റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത് ജഹാനിലേക്ക് പോവുകയാണ്. നുസ്രത് ജഹാൻ, ഇത് ദേശ ഉത്സവമാണോ, പ്രാദേശിക ഉത്സവമാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഉത്സവമാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഒന്നാമത്, ഇപ്പോഴും ജനം ടി വി ഇതേ ഞങ്ങളുടെ പോസ്റ്ററിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇത് ഉറൂസിന്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയാണ് തൃത്താല ദേശോത്സവം എന്നത്. ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നവുമില്ല. നിങ്ങളുടെ മീഡിയ വൺ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ഞങ്ങൾ എന്തിന് പുറകോട്ട് പോകണം? അതൊന്ന്. നുസ്രത് ജഹാൻ, ഇത് ഏത് പരിപാടിയായാലും ഈ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭീകരരെയൊക്കെ അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ എന്തിനാണ് ഇവിടെ പ്രകടനം നടത്തുന്നത് എന്നതാണ് ചോദ്യം. നോക്കൂ, കൊച്ചു കുട്ടികൾ വരെ, ആ ആനപ്പുറത്തിരിക്കുന്നവരുടെ കയ്യിൽ മാത്രമല്ല അത്തരത്തിൽ ആ ചിത്രങ്ങളുള്ളത്, ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കയ്യിലടക്കം ഈ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഭീകരരുടെ ചിത്രങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള തലമുറയെയാണ് നമ്മളിവിടെ വാർത്തെടുക്കുന്നത് എന്നതാണ് പ്രശ്നം. ഇത് കാണുമ്പോ, ഭാരതത്തിനെ പറ്റി കാണുമ്പോൾ, ഭാരതത്തിൽ ഇതുപോലുള്ള പ്രവർത്തികൾ ഓരോ പാർട്ടികളും ചെയ്യുന്നത് പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടി എടുക്കുമ്പോൾ, ഒരു രാഷ്ട്രത്തെ തകർക്കുന്ന ഒരു പരിപാടി കാണുമ്പോൾ നമുക്ക് നാണമാണ് തോന്നുന്നത്. സ്വന്തം രാഷ്ട്രത്തോട് കൂറില്ലാത്ത കുറച്ച് വർഗങ്ങള് ഈ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്ന എത്രമാത്രം. പാക് ഒക്യുപ്പൈഡ് കാശ്മീരില് POKയില് ഇപ്പൊ അത് ദേശോത്സവാണെന്നാണല്ലോ ഇപ്പോ ഇവര് പറയണേ. ഓക്കെ, അനദർ ദേശോത്സവം നോർത്തിൽ നടന്ന അതിന്റെ ടൈറ്റിൽ എന്താ കൊടുത്തിരിക്കുന്ന അറിയാം? കാശ്മീർ സോളിഡാരിറ്റി ആൻഡ് ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് വാസ് ദ ഡിസൈൻ ടു കൺവേ that both Kashmir and Palestine are subjects of pan-Islamic jihad, and also asked the Ummah to unite against India and Israel on victimhood card. See, this was the title which held in POK ഇവര് വന്നപ്പോ, ഹമാസിന്റെ ലീഡേഴ്സ് വന്നപ്പോ. അപ്പൊ എന്താണ് പറയണമെന്ന് അറിയോ? ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? പാലസ്തീനും ഇന്ത്യയും പിന്നെ കാശ്മീരും നമുക്ക് ഒരേപോലെയാണ്. പാൻ ഇസ്ലാമിക് ജിഹാദ്. പാൻ ഇന്ത്യ എന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പറയാറുള്ളൂ. കാരണം പാൻ ഇന്ത്യ പറയുമ്പോ ഓൾ ഓവർ ഇന്ത്യ. പാൻ ഇസ്ലാമിക് പറയുമ്പോ പാൻ ലോകം ഒട്ടുക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഓക്കെ, പക്ഷെ ഇവിടെ ഇസ്ലാമിക് ജിഹാദ്, പാൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് അവര് തന്നെയാണ് പറയണത്. ഗ്ലോറിഫൈ ചെയ്യണ ആരാണ്? പാകിസ്ഥാനും പറയണോ, ഹമാസും പറയണോ, പിന്നെ അൽ അക്സ ഫ്ലഡ്, പിന്നെ എന്താണ് അൽ-ഖ്വയ്ദന്റെ ആൾക്കാരും, ലഷ്കർ ഇ തോയ്ബ പറയണോ. അപ്പൊ ഇത്രയും ആൾക്കാര് ഒരേ രീതിയിൽ ഇസ്രായേലിനെയും ഇന്ത്യനെയും ഒരേ തട്ടകത്തിൽ ഇട്ടിട്ട് രണ്ടു കൂട്ടരെ ആക്രമിക്കാനുള്ള പിന്നെ ഓർഡറാണ് POKയിൽ സോകോൾഡ് പാകിസ്ഥാനിൽ വെച്ച് അവർ കൊടുത്തത്. POK അവർ വാലി അല്ലെ, നമ്മുടെ ഒരു കഷ്ണം തുണ്ട് ഭൂമി എടുത്തു വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട്. അപ്പൊ എന്താണ് ഇതിന്റെ അജണ്ട പറയുമ്പോ, ഈ കേരളത്തിലുള്ള ചെറിയതിലേക്ക് നമ്മൾ നമ്മൾ പറയേണ്ടത് ഇന്ത്യന്റെ അവിടെ വെച്ചിട്ട് തുടങ്ങുന്ന പാകിസ്ഥാൻ ഒരു ഭാഗത്ത് ഇത്ര നിന്നിട്ട് നമ്മളെ ലാൻഡ് പിടിച്ചടക്കി വെച്ചോടത്ത് ഇരുന്നിട്ട് പറയണോ, കാശ്മീർ വാലിയില് കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പഞ്ചാബികളോടും ഇന്ത്യക്കാരോടും ഫൈറ്റ് ചെയ്യാൻ ആഹ്വാനം ചെയ്യാണ് ഇവർ, ഈ ലീഡേഴ്സ്. ആ ലീഡേഴ്സിന്റെ ഫോട്ടോ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് കാര്യമല്ല. ഇപ്പൊ കുട്ടികളെടുത്താണ്, വിവരമില്ലാത്തവരെടുത്താണെന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ വിവരമില്ലാത്തവരെടുത്തതല്ല, ഇതെല്ലാം ലോങ് ടേം പ്രോജക്ട്സാ. POK എങ്ങനെ ഉണ്ടായി, കാശ്മീർ പിന്നെ ഭാരതം എങ്ങനെ വിഭജിച്ചു, പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടായി, സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഒരു വർഷം മുമ്പ് എഴുതി കൂട്ടിയ അജണ്ടകളുടെ ഇതെന്നൊക്കെ ആയിരുന്നു അംബേദ്കർ പറഞ്ഞത്. ഇപ്പൊ ഇവര് അംബേദ്കറിനെ പിടിച്ചിട്ട് ഇവരുടെ വല്യാപ്പയാണ് അംബേദ്കർ എന്ന് പറയും. അപ്പോ ഇവര് ചോദിക്കാനുള്ള ഇത്രയും കാലത്ത് മുമ്പ് എഴുതി വെച്ച അജണ്ടകള് വർഷാവർഷം നടന്നു പോവാണ്. നെഹ്റുവിന്റെ ഒരു വിഷൻ ഉണ്ടായിരുന്നു ഇതൊക്കെ. ഇന്ത്യ എങ്ങനെ പോണം, 100 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും, 75ാമത്തെ കൊല്ലത്തിൽ എങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ജിഹാദി പിന്നെ പാൻ ഇസ്ലാമിക് ജിഹാദീസ് ഒക്കെ ഇന്ത്യ കൈയടക്കാനോ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ അതിനെ സപ്പോർട്ട് ചെയ്യാനോ. ഇവരാരും ഇപ്പൊ മുസ്ലിങ്ങളല്ലല്ലോ ഈ പറയണവരാരും മുസ്ലിം മതം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല.
കോൺഗ്രസ്സുകാരെ. അപ്പൊ സോക്കോൾഡ് ജിഹാദികളുടെ ആണ് ഈ കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പൊ അവർക്ക് അതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പിന്നെ ദേശോത്സവത്തിന്റെ ഭാവം ദേശം തന്നെയാണ്, ദേശത്തിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു കേരളത്തിന്റെ ആ ഉറൂസ് നടത്തിയ ആ നാല് പിന്നെ സിറ്റിനെ പിന്നെ എന്താ ഗ്രാമത്തിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ ദേശത്തിന്റെ ഇത് ഇങ്ങേ തലക്കും അങ്ങേ തലക്കും. കാശ്മീരിൽ 370 ആർട്ടിക്കിൾ എന്ന് ഡിമോളിഷ് ചെയ്തോ അന്നത്തേക്ക് ഇതെല്ലാം അവിടെ ചേക്കേറിയിട്ടുണ്ട്. JNU പിന്നെ എന്താ പറയാ ഇവിടുത്തെ കോളേജുകള് ഈ വർഗീയത മാത്രമല്ല ഇവരെ പ്രൊമോട്ട് ചെയ്ത ആരാണ്? ബോംബെ ഭീകരാക്രമണത്തില്, പാർലമെന്റ് ആക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ടവരെ ഇവിടെ പിന്നെ എന്താ പറയാ പുണ്യവാന്മാരാക്കിയ കോൺഗ്രസ്സുകാരല്ലേ ഇത്. അരുന്ധതി റോയ് ഇന്ത്യക്കെതിരെ പറഞ്ഞപ്പോ അവരെ ഇന്ത്യക്കെതിരെ പറഞ്ഞു ഒരു തീവ്രവാദീനെ പ്രശംസിച്ചൊരു ബുക്ക് എഴുതിയപ്പോ അരുന്ധതി റോയ്ക്ക് ഏറ്റവും അധികം സ്ഥാനം കൊടുത്ത ആരാണ്? കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് അല്ലേ. ഇന്നും അരുന്ധതി റോയ് അവരുടെ പെറ്റാണ്. ഇന്ത്യനെ ആക്രമിച്ച ഒരു ഭീകരവാദിന്റെ ലവറായിട്ട് നിന്നിട്ട് പറഞ്ഞത്. അപ്പൊ ഇതൊന്നും ആർക്കും മനസ്സിലാവാതെ കേരളത്തിൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്. അവര് സത്യത്തിൽ ചരിത്രം അറിയാത്ത, അവരെ ധരിപ്പിച്ച് വോട്ട് ബാങ്ക് ഉണ്ടാക്കുക. മുസ്ലിം പറഞ്ഞ് ഇത് മുസ്ലിമിന് അറിയാം മുസ്ലിം എന്താ ചെയ്യണ്ടേ, ഓരോ രാജ്യത്ത് എന്ത് ചെയ്യണം. അല്ലാതെ ഇവര് ഈ പറയുന്ന ശരീഅത്ത് നിയമത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിഡ്ഢിത്തരം ചെയ്യാൻ ഇനി ഒരു മുസ്ലിമേയും കിട്ടൂല. അതുകൊണ്ടാണ് പണ്ട് ഇവര് പെണ്ണുങ്ങളെ പഠിപ്പിക്കരുത്, ആരും ഖുർആന്റെ പിന്നെ അർത്ഥം അറിയരുത് എന്നൊക്കെ പറഞ്ഞത്. നമ്മൾക്ക് വിവരമില്ലാണ്ടിരിക്കാൻ വേണ്ടി അത് തകർന്ന് തരിപ്പടായിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും ഹിന്ദു തന്നെയാണ്. പാൻ ഇന്ത്യൻ ജിഹാദി, ഇസ്ലാമിക് ജിഹാദിന് ചേരേണ്ട ആവശ്യം ഇന്ന് ഭാരതത്തിലെ ഒരു മനുഷ്യനും ഇല്ല. മുസ്ലിമിന്റെ പേരും വെച്ചിട്ട് നമ്മൾ എല്ലാരും പറയുമ്പോ മുസ്ലിമിനെ പറഞ്ഞു. ഏത് മുസ്ലിമിനെയാ പറഞ്ഞേ? ഏത് മുസ്ലിമിനെ അവിടെ പ്രശ്നമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കുന്നല്ലാതെ? ഇപ്പൊ ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. കഥയല്ല കേട്ടോ ഉള്ളത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രയാഗ്രാജിൽ പോയപ്പോ ഞാൻ അങ്ങനെ അലഹബാദിലുള്ള ആളാണ് എന്റെ കൂടെ യാത്ര ചെയ്ത എന്റെ ഡ്രൈവറിന്. അദ്ദേഹം എന്നോട് പറയാം, മുസ്ലിങ്ങൾ ഇല്ലേ ഇവിടെ ഈ ഏരിയ? മുസ്ലിങ്ങളുള്ള ഒരു ഗ്രാമമുണ്ട്, ആയിഷാബാദ് എന്താ പേര്. ആ ഗ്രാമത്തിൽ ഫുൾ മുസ്ലിംസേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, UP-യിൽ അങ്ങനെ ഒരു ഗ്രാമം? അതെ, അവിടത്തേക്ക് ആരും ഹിന്ദുക്കൾ ഇപ്പൊ പോവാറില്ല, അവിടെ ഉള്ളവരൊക്കെ വിറ്റുപോകുന്നു. ഹിന്ദുക്കൾ വിറ്റുപോകുന്നു എന്നാണ് നോട്ട് ചെയ്യണം. ആ ഹിന്ദുക്കൾ വിറ്റുപോകുന്ന എന്തിനാ ചോദിച്ചപ്പോ എന്താ പറയുക, ഫുൾ അറവ്. ലോകത്തിന്റെ നാനാഭാഗത്തേക്കും അറവ് ഇട്ടിട്ട് ബീഫ് അയക്കുന്നത് ആ സ്ഥലത്ത് നിന്നാ. കനാലുകളിൽ ചോരയൊരുക്കുക അറവിന്. ഞാൻ ഒരു ദിവസം പോയിട്ട് ആ വീഡിയോ എടുത്ത് അയച്ചുതരാം. എനിക്ക് തളർന്നുകൊണ്ട് സമയമില്ലാത്ത. ആ സ്റ്റോറി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് തോന്നി. അപ്പൊ ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ സ്ഥലത്ത്, സ്റ്റേറ്റില്, ഈ മോദി ഭരിക്കുന്ന, ഈ RSSനെ ഇവര് തെറി വിളിക്കുന്ന രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം നിൽക്കാൻ ഒരു സ്ഥലം ഇവിടെ കൊടുത്ത് അവര് ചെയ്യണ തൊഴിൽ നിയമപരമായിട്ട് ചെയ്യാൻ അവർക്ക് തൊഴിൽ കൊടുത്തു. എന്നിട്ട് പറയും ഇവര് ഹലാൽ ഫുഡുകൾ അംഗീകരിച്ചില്ല. പറയാൻ കാരണം ഹലാൽ ഫുഡിന്റെ ഷോപ്പുകളൊന്നും അംഗീകരിക്കില്ല പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇയാളൊരു ബ്രാഹ്മണൻ അയാളോട് ചോദിച്ചു. ഇതല്ല സംഭവം, ഇതൊക്കെയാണ് അവർക്ക് അത് കാണുമ്പോ ഞാനും തല ഇറങ്ങി പോവും. അങ്ങനത്തെ ചോര മടക്കുന്ന സ്ഥലത്തൊന്നും നമുക്കൊന്നും പോവാൻ പറ്റില്ല. നമുക്കൊക്കെ അത്രയുള്ള മനസ്സേ ഉള്ളൂ. അർത്ഥവും ഇതാക്കിയൊന്നും ശീലമില്ലാത്ത മനുഷ്യർക്ക് അതിന് പറ്റില്ല. അപ്പൊ ഇതുപോലെ തെറ്റിദ്ധാരണ. ഹലാൽ ഫുഡ് ഒരു ഫുഡിന്റെ ആൾക്കാരും ഇല്ല. ഇവിടുന്ന് 10 മണിക്കൂർ ഡൽഹി ടു പ്രയാഗ്രാജ്, അലഹബാദ് എത്തുമ്പോ കുമ്പിലെത്തുമ്പോഴത്തേക്കും അവിടെ റോഡ് സൈഡിലുള്ള ചെറിയ ചെറിയ തട്ടുകടയാ. അതാ പണ്ട് കാലം തൊട്ടേ പുതിയ കടകൾ ആരും തന്നെ വെച്ചിട്ടില്ല. പണ്ട് കാലം തൊട്ടേ നടക്കുന്ന കടകൾ, ചെറിയ ചെറിയ ചായക്കടകളല്ലാതെ ഒന്നുമില്ല. ഹലാല് മാറ്റാം എന്തൊക്കെയായിരുന്നു മലയാള മാധ്യമങ്ങൾ അതിനു വേണ്ടി തലക്കെട്ടിട്ട്. അപ്പൊ എന്താ ഇതൊന്നും അവര് കാണാത്തെ? POK-യിൽ നടന്ന ഇവിടെ ആഹ്വാനം ചെയ്യുക, ഇന്ത്യയിൽ നമ്മൾ എതിർക്കണം, ഇസ്രായേലിനെ എതിർത്ത പോലെ. എന്നാണ് ഇവരൊക്കെ കയറി വന്നിട്ട് ആക്രമിക്കാന്ന് പറയാൻ പറ്റില്ല. എന്നും നമ്മളത് പ്രതീക്ഷിക്കണം. പക്ഷെ നമ്മൾ അവസാന നിമിഷം വരെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കണം ഏതെങ്കിലും. കാരണം ഇവര് കുട്ടികളെ കൊണ്ടൊക്കെയാണല്ലോ വിളിപ്പിക്കുക, മലരും തേനും എന്താണ് കുന്നിരിക്കും കാത്തോ എന്നൊക്കെ പറയണത്. എന്നിട്ട് പറയും കുട്ടീനെ ജയിലിലിടാനുള്ള ഇതില്ല, അത് വിവരമില്ലായ്മയാ പറയും. എന്ത് ചെയ്യുമ്പോ ഒരു കുട്ടീനെ ഇറക്കുക അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഇറക്കുക, ഇതൊക്കെ ഒരു സിമ്പതിന്റെ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് എംപതറ്റിക് മൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ രാജ്യത്തിനോടുള്ള സ്നേഹം ഇവർക്ക് എത്രയാണ്. വിദേശികൾ പോലും നമ്മളെ പരിഹസിക്കാൻ തുടങ്ങി. നമ്മളെ നാട്ടിലെ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ നേതാവും ഒക്കെ അതാണ് അവസ്ഥ.